കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ശ്രീചക്രത്തെ വീട്ടിൽ എടുത്തോണ്ട് പോയോണ്ടാ ഈ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവുന്നേ. ഈശ്വര, നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ച ദോഷങ്ങളല്ല ഇപ്പൊ തിരിച്ചു നമുക്ക് തന്നെ നാശമായിട്ട് വരികയാണല്ലോ ഈശ്വര. പൂജി മോനെ, പൂജി പൂജി നിങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചു പോന്നിരുന്ന ആ ശ്രീചക്രത്തെ എന്റെ വാക്ക് കേട്ട് നിങ്ങൾ എടുത്തു കളഞ്ഞപ്പോ തന്നെ ആ നാഗദേവതയുടെ ശാപം നിങ്ങളെ നശിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അച്ഛാ 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 പൂജി 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 അച്ഛാ 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 നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യമായ ശ്രീചക്രം എടുത്തു പുറത്തോണ്ട് പോയതുകൊണ്ടാണ് ഈ അനർത്ഥമൊക്കെ ഉണ്ടാവുന്നത്. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ മോനെ ആദിത്യ, ഒന്നും അറിയില്ലല്ലോ ഈശ്വര. അയ്യോ ശിവം ശിവം ഭവഹരം ഹരം ശിവം ശിവം ഭവഹരം ഹരം. നിന്റെ കയ്യിലുള്ളത് ഈ ചക്രത്തിന്റെ മേളിലോട്ട് പോയി വെക്കാൻ വെക്ക്. നിന്നോടല്ലേ വെക്കാൻ പറഞ്ഞത്, വെക്കാൻ. അർജുൻ, എനിക്കെന്റെ രൂപം തിരിച്ചു കിട്ടി. എന്റെ ആഗ്രഹം സാധിച്ചു, എന്റെ ആഗ്രഹം സാധിച്ചു, അർജുൻ സാധിച്ചു, അർജുൻ ആഗ്രഹം സാധിച്ചു. അർജുൻ കണ്ണു തുറക്ക അർജുൻ. അർജുൻ, എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, ചത്തുപോയവൻ തിരികെ വരില്ലടി. അല്പസമയത്തിനുള്ളിൽ 8 ഗ്രഹങ്ങളും ഒരു നേർരേഖയിൽ വരാൻ പോകുന്നു. ഗ്രഹങ്ങൾ ഒന്നു ചേരുന്ന ശുഭമുഹൂർത്തത്തിൽ അമൃത കലശ ദർശനം സാധ്യമാകും. ആ അമൃത കുടിച്ചു കഴിഞ്ഞാ ഞാൻ സുന്ദരിയായ യുവതിയായി തീരും. ഇനി എന്നും ഞാൻ യുവതിയായിരിക്കും.
ഇനിമേൽ എന്നെ ജയിക്കാൻ ആർക്ക് സാധ്യമല്ല. അർജുൻ 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 സാധിച്ചു. ഉടൻ തന്നെ അമൃത കലശം കാണാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അമൃത കലശം ഇരിക്കുന്ന പെട്ടി ദാ ഇതാണ്. ഈ അമൃതം കൊടുത്ത് അർജുന്റെ ജീവൻ തിരികെ കൊണ്ടുവരണം. ഞാൻ നിന്റെ കൂടെ വന്നത് ഇവനെ രക്ഷിക്കാനല്ല, ഇത് കുടിച്ച് എനിക്ക് യുവതിയാവാനാ. അമ്മാവ, അർജുനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അമ്മാവ. ആ അമൃത ഇങ്ങ് തരാൻ പറയൂ അമ്മാവ. അമ്മാവ, ഞാൻ കാല് പിടിക്കാം, അതിങ്ങ് തരാൻ പറയൂ. എനിക്ക് എന്നെ അർജുനെ രക്ഷപ്പെടുത്തണം. എവിടെ പിടിക്കടാ? അമ്മാവ, 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 തരൂ അമ്മാവ, തരൂ അമ്മാവ. എനിക്ക് എങ്ങനെയെങ്കിലും അർജുനെ രക്ഷിച്ചേ പറ്റൂ. ആ അമൃത ഇങ്ങ് തരൂ അമ്മാവ. അമ്മാവ, അമ്മാവ, ആ അമൃത ഇങ്ങ് തരൂ അമ്മാവ. എന്നെ വിട്. എന്താടി അത് നിനക്ക് വേണോ? നിന്റെ ഭർത്താവിനെ നിനക്ക് രക്ഷിക്കണോ അല്ലേ? അവൻ ചത്ത നീയും ചാവും. നിങ്ങൾ രണ്ടുപേരും ചത്തു കഴിഞ്ഞാ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും നെഞ്ചുപൊട്ടി ചാവും. അതിനുശേഷം നിന്റെ വീട്ടിനും ഈ നാടിനും ഞാനായിരിക്കും രാജാവ്. ഈ ക്ഷേത്രത്തിനുള്ളിലുള്ള വില പിടിപ്പുള്ളതെല്ലാം സ്വന്തമാക്കി ഞാൻ ഈ ലോകത്തിലെ നമ്പർ 1 പൊസിഷനിലെത്തും.
നമ്മൾ 3 പേരും ചിരഞ്ജീവികളായി മാറി. ചിരഞ്ജീവികളായിരിക്കുന്നു. അർജുൻ, ഈ അമൃത് കുടിച്ചത് കൊണ്ട് ഞാൻ യുവതിയായി തീരും. ഈ ശക്തി കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ ഭരിക്കും. ലോകം മുഴുവൻ കീഴടക്കും. അതാ നമുക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ട്. അവിടെ വാ. വാ. ഇതിലുള്ള രഹസ്യങ്ങളെല്ലാം നല്ലതിനല്ലാതെ ദുഷ്ടകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ അത് മനുഷ്യകുലത്തിന് മുഴുവൻ ആപത്താണ്. ആ ക്ഷേത്രത്തിനുള്ളിൽ അത്ഭുതമായ ചില കാര്യങ്ങളുണ്ട്. പല ആണ്ടുകളായി തപസ് ചെയ്ത സന്യാസിമാർ വിലമതിക്കാനാകാത്ത താളിയോലകൾ എഴുതിയിട്ടുണ്ട്. അതിനുള്ളിൽ വേദങ്ങൾ മാത്രമല്ലാതെ സമസ്ത മനുഷ്യർക്കും പ്രയോജനപ്പെടുന്ന വൈദ്യശാസ്ത്രത്തിന് ഉപകാരപ്പെടുന്ന അപൂർവമായ താളിയോലകളുമുണ്ട്. അവർ എഴുതിയിരിക്കുന്ന താളിയോലകൾ ആ ക്ഷേത്രത്തിനുള്ളിൽ ഭദ്രമായിട്ടുണ്ട്. അതാരും കൈക്കലാക്കാതിരിക്കാൻ വേണ്ടി ഉഗ്രവിഷമുള്ള സർപ്പക്കുലങ്ങളെല്ലാം ക്ഷേത്രത്തിന് കാവലിരിക്കുകയാണ്. ഇത് വളരെ അമൂല്യമായ രഹസ്യമാണ്. നിൽക്കൂ. നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലുള്ള അമൃതം, താളിയോലകൾ എന്നിവയെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് അറിയൂ. പക്ഷേ ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള പ്രധാന രഹസ്യങ്ങൾ എനിക്ക് മാത്രമേ അറിയൂ. അമൃതം കുടിച്ചാൽ മാത്രം നിങ്ങൾ ഒരിക്കലും ചിരഞ്ജീവി ആവില്ല. അമൃതം കുടിച്ചവര് ഈ ശക്തിപീഠത്തിൽ തൊട്ടാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രാവർത്തികമാകൂ. അമൃതം കുടിച്ചതിന് ശേഷം ഈ ശക്തിപീഠത്തിൽ തൊട്ടാൽ അമൃതം കുടിച്ചതിനേക്കാൾ വലിയ ശക്തികൾ നിങ്ങൾക്ക് കിട്ടും. ആ ശക്തി കിട്ടിയാൽ പിന്നെ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവൾ അതിൽ തൊട്ടാൽ നമ്മളെക്കാൾ ശക്തിയുള്ളവളായി തീരും. ആദ്യം നമുക്കതിൽ തൊടണം. അവളെ പിടിച്ചു മാറ്റ്. മാറി നിൽക്കലേ അങ്ങോട്ട്. വാ, നമുക്ക് ഒരുമിച്ച് തൊടാം. ഒരുമിച്ച് തൊടാം. വാ, വാ, വാ. ഒരുമിച്ച് തൊടാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞത്. ഈ ശക്തിപീഠത്തിൽ തൊടുന്ന ആരായിരുന്നാലും ശരി, തൊട്ട നിമിഷങ്ങൾക്കുള്ളിൽ ക്ഷേത്രത്തിന്റെ വാതിലടയും. നിങ്ങൾ വേഗം പോയി നിങ്ങളുടെ ജീവൻ രക്ഷിക്കുക. പൊയ്ക്കോ. അർജുൻ, 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 എഴുന്നേക്ക് അർജുൻ. അർജുൻ, അർജുൻ, ഭാനി, അർജുൻ, ഭാനി, നിന്റെ ജീവൻ തിരിച്ചു കിട്ടി അർജുൻ. ജീവൻ തിരിച്ചു കിട്ടി അർജുൻ. ഭാനി, നാഗദേവത എന്നെ കൊന്നുകളഞ്ഞല്ലേ? മരിച്ചുപോയ ഞാൻ എങ്ങനെയാ ജീവിച്ചത്?
ക്ഷേത്രത്തിലുള്ള അമൃത കലശത്തിൽ നിന്ന് അമൃതം നിനക്ക് കുടിക്കാൻ തന്നു അർജുൻ. അപ്പൊ നിനക്ക് നിന്റെ ജീവൻ തിരിച്ചു കിട്ടി. അങ്ങനെയാണോ? നീ തിരിച്ചു വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ല. ഭവാനി, ഭവാനി, നീ എന്റെ ഭാര്യ മാത്രമല്ല ഭവാനി, എന്റെ ജീവൻ തിരികെ തന്ന ദൈവം കൂടിയാ. അർജുൻ, അർജുൻ, പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം അർജുൻ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഭവാനി? അർജുൻ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ ചേച്ചി. ഭവാനി, നിനക്കൊന്നുമില്ലല്ലോ മോനെ, നിനക്കൊന്നും പറ്റില്ലല്ലോടാ. ഇല്ല 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 മുത്തശ്ശി. മോനെ, മുത്തശ്ശിയുടെ പേരക്കുട്ടിക്ക് ഒരാപത്തുമില്ലാതെ തിരികെ കൊണ്ടുവന്നിരിക്കുക. ഇപ്പൊ അർജുന്റെ ദേഹത്ത് ഒരു ദുഷ്ടശക്തിയും ഇല്ല. അവരെല്ലാവരും ഇല്ലാതായി. ആണോ മോളെ? അതെ മുത്തശ്ശി, മരിച്ചുപോയ എന്നെ ക്ഷേത്രത്തിലെ അമൃത തന്ന ഭവാനി എന്നെ രക്ഷിച്ചത്. എന്തോ ആവട്ടെ, നിങ്ങൾ രണ്ടുപേരും ജീവനോടെ തിരികെ വന്നല്ലോ. അത് മതി. മോനെ, പോയി അമ്മയെ കാണാം. വേഗം അർജുൻ. മോളെ, അമ്മേ, അമ്മേ, അപ്പച്ചി, മോളെ, അപ്പച്ചി, അർജുൻ, അപ്പച്ചി, മോളെ, ശകുന്തളെ, അപ്പച്ചി, അമ്മേ. ദേ, അർജുൻ, ഏയ്, അർജുൻ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കൊന്നും പറ്റിയില്ല അമ്മ. നിനക്കൊന്നും ഇല്ല, എനിക്കൊന്നും സംഭവിച്ചില്ല. എനിക്കൊന്നും പറ്റിയില്ല അമ്മ. എനിക്കൊന്നും സംഭവിച്ചില്ല. മരിച്ചുപോയ എന്നെ ക്ഷേത്രത്തിലെ അമൃത എന്ന വീണ്ടും ഭവാനി എന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നത്. അതെ അമ്മേ, അമൃത കുടിച്ച ഞാൻ വന്ന് അമ്മയെ തൊട്ടപ്പോ തന്നെ അമ്മയ്ക്ക് അസുഖമെല്ലാം ഭേദമായതും കണ്ടില്ലേ? ഇത് ദൈവത്തിന്റെ സഹായം മാത്രം. ഭവാനി അതിന് കാരണക്കാരിയായി. മോളെ ഭവാനി, അമ്മേ, അമ്മേ, മോളെ, ഭവാനി, അപ്പച്ചി, അമ്മേ, അപ്പച്ചി, അമ്മേ, എത്രയോ ജന്മമായി ഞാൻ ചെയ്ത പുണ്യം കൊണ്ടാ നീ എന്റെ മരുമകളായിട്ട് ഇവിടെ വന്നത്. എനിക്ക് ജീവിതത്തെ തിരികെ തന്നു മോളെ. ഭഗവാനെ. മുത്തശ്ശി, ചിറ്റ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടോ? ചിറ്റയുടെ കാല് ശരിയായെന്നല്ലേ? അതെ മോളെ, അതെ. ഇത്രയും സന്തോഷകരമായ ഈ സമയത്ത് ഇത്രയും നാളും നമ്മൾ സംരക്ഷിച്ചു പോകുന്ന ശ്രീചക്രത്തെ തിരിച്ച് പൂജാമുറിയിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. ശരി മോളെ. ഭവാനി, കുട്ടികളെ, ഭാര്യയും ഭർത്താവും ചേർന്ന് ആ ശ്രീചക്രം ഭഗവാന്റെ മുന്നിലേക്ക് വെക്കുക. ഓം
ധവളായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത്തേമ പദ്മാം വരാംഗീം സർവാലങ്കാരയുക്താം സത്തതോപേദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുവർണതാം സർവസമ്പത്പ്രദാത്രീം അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പവാണതാപാം ഹിമാദിഭ്രാവ്താം മയൂഖൈഃ എല്ലാരും പ്രാർത്ഥിച്ചുകൊള്ളുക. മംഗളം കൗശലേന്ദ്രായ മഹനീയ ഗുണാത്മനെ శ్రీశైల నివాసాయ ప్రవరాంబికాయ మంగళం. అమ్మ అందరూ నమస్కారం చేసుకోండి. దీపం దర్శయామి. కర్పూర పరిమళ శోభిత మంగళం నీరాజనం సమర్పయామి. മല്ലി, നീ ആഗ്രഹിച്ചതുപോലെ എന്റെയും അർജുന്റെയും കല്യാണം കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കല്യാണം എപ്പോഴാ നടക്കുന്നത്? അതെന്തിനാ ഭവാനി നീ അവരോട് ചോദിക്കുന്നേ? നമുക്ക് അവരുടെ കല്യാണം അങ്ങ് നടത്തി കൊടുത്താ പോരെ? ശരി, എന്റെ അർജുൻ തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഇന്ന് ആഹാരം കഴിക്കാം. വരൂ അപ്പച്ചി. അപ്പോ ഈ മല്ലിയായിരുന്നു നാഗദേവത ശ്രീചക്രം കൊണ്ടുവന്ന് ഞങ്ങളെ ആശീർവദിക്കാൻ വന്നത്? മല്ലിയായിരുന്നോ?